സുഭാഷാമോ അപ്പോളിരുന്ന് കാണാൻ വന്ന. ഹലോ എവരിവൺ, ദിസ് ഈസ് നിധി ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ന്യൂ ഇയറിന് മുന്നേ ഒരു സർപ്രൈസ് തരാനായിട്ട് എൻ്റെ പെങ്ങളും മോളുമായിട്ട് വന്നതാണ്. അപ്പോൾ അച്ഛന് സർപ്രൈസായി, പിന്നെ അമ്മയെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം മോള് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഞെട്ടിയിട്ടുണ്ട്. ബിക്കോസ് അമ്മയടുത്ത് അവളുടെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ്. പൂപ്പിയുടെ സന്തോഷം കണ്ടോ. അപ്പോൾ ഈ ന്യൂ ഇയർ ഞങ്ങളുടെ സെലിബ്രേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ വന്നപ്പോഴുള്ള വീഡിയോ എടുത്തിരുന്നു. ഞാനും ഞെട്ടിപ്പോയി, പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു, പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ന്യൂ ഇയർ പ്രോഗ്രാമിനായിട്ട് പോയി. ഞങ്ങളെ കസിൻസിൻ്റെ അടുത്തോട്ടാണ് പോയത്. അപ്പോൾ അവർ ഞങ്ങളെ പൊക്കി. അവർ നേരത്തെ ഇത് അറിഞ്ഞു. അങ്ങനെ അത് കുളമായി. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിനൊക്കെ ന്യൂ ഇയർ പ്രോഗ്രാം ഇന്ന് ഇവിടെ വെച്ച്. എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതേപോലെ കസിൻസ് ഒരുമിച്ചായിരിക്കും ന്യൂ ഇയർ ആഘോഷിക്കുക. കഴിഞ്ഞ കൊല്ലം ഞാനില്ലായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഈ കൊല്ലം ഞാൻ അവിടെ പോയി. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഞങ്ങൾ സാധാരണ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് കുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യും. അത് കഴിഞ്ഞൊരു എവിടെയെങ്കിലും ഒരു പാട്ട് വയ്ക്കുക, ഡാൻസ് കളിക്കുക, എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഡാൻസ് കളിക്കുക, എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് പ്രോഗ്രാംസ്. അപ്പം അന്നത്തെ ദിവസത്തെ പ്രോഗ്രാംസാണ് നടക്കുന്നത് മൊത്തം. ഡാൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഒറ്റ വൈബാന്ന് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പറയുന്ന കണക്ക് തന്നെ ഞങ്ങളെല്ലാം ഒറ്റ വൈബ് തന്നെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് മ്യൂസിക്കൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് നിൽക്കും. മോളും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. മോള് ഹൈദരാബാദ് ആയതുകൊണ്ട് അവൾ ഇതിനൊക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുകയാണ്, ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ന്യൂ ഇയർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ആവശ്യമായിട്ടാണ് ആഹാരവും കാര്യങ്ങളുമൊക്കെ. മോളുമായിട്ടുള്ള ഡാൻസാണ്. കുറച്ച് നേരം ഞങ്ങൾ അധികം അവളുമായിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോടാങ്ങോട്ട്. ഫോണൊരു സൈഡിൽ കൊണ്ടുവച്ച് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അവരെല്ലാം എന്തോ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. പാട്ട് കേട്ടു, ഡാൻസ് തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ ജോയിനായി. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പം കുറേയൊക്കെ മിസ്സായി. അങ്ങനെ നമ്മൾ ഡാൻസെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു നേരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷൻ ഇവിടെ തുടങ്ങി. അപ്പം സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള ആഹാരങ്ങളെല്ലാം കൊണ്ട് വെച്ചു. അങ്ങനെ അന്നത്തെ ന്യൂ ഇയർ നമ്മൾ ഉണ്ടാക്കി. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ചുമ്മാ ഇരുന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു, പഴങ്കഞ്ഞി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു, ആലപ്പുഴ പോകാമെന്ന് പറഞ്ഞു, കുറച്ച് പേര് ട്രിവാൻഡ്രം, വർക്കല, അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആലപ്പുഴ പോവാം എന്നൊരു ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പിന്നെ ഇനി നിർത്തണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ആലപ്പുഴയിലോട്ട് തന്നെ വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി. ഇപ്പം ഞങ്ങൾ വണ്ടി ഇരുന്നുണ്ടല്ലോ. ഞങ്ങൾ ചെറിയ ഹലോ അമ്മു ആണോ? ഹലോ ഇത് അമ്മു ആണോ? ഞാൻ സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. എന്റെ ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്ത് ഹോട്ട് സീറ്റ് ഇരിക്കുന്ന നിങ്ങളെ ചേട്ടൻ അപ്പുവാണ്. എടേ ഞാൻ കാര്യമായിട്ട് നേരത്തെ ഇങ്ങനെ ഈ വണ്ടിയുടെ ബുക്കും പേപ്പർ വിട്ടിരിക്കുന്നറിയ ബുക്കും പേപ്പർ വിട്ടിരിക്കുന്ന ഈ വണ്ടിയുടെ ബുക്ക് പേപ്പർ ഇല്ലേ അവിടെ? ഇല്ല, വണ്ടി ഈ ബോണറ്റിനകത്തില്ല. ആണോ? ഒന്ന് അയച്ചു തരാൻ പറയാ. പോലീസ് പിടിച്ചു ഞങ്ങളാ. അല്ലല്ല കുഴപ്പമില്ല. നിങ്ങൾ പേടിക്കണ്ട.
കാര്യമായിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ പിണറായി വിളിച്ചു അയാൾ സെറ്റ് ചെയ്തല്ല. നിന്റെ അപ്പൂപ്പൻ അത് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. ബോട്ടിൽ കയറി ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ കാലിക്കട്ടാണ്, എനിക്ക് പറ്റിയില്ല പോകാൻ. ജനി ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാര്യം മോള് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവളും നന്നായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ക്ലാപ്പൊക്കെ അടിക്കുന്നു. ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങി, വീഡിയോ എടുക്കലും നല്ല രസമായിരുന്നു കാണാനും എല്ലാം. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അന്നേരം ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജസ്റ്റ് രാവിലെ എണീറ്റിങ് പോയതാണ്. അപ്പം വീഡിയോയും അങ്ങനെ എടുത്ത് അങ്ങനെ വ്ളോഗ് ആക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എടുത്തതെല്ലാം കൂടെ കൂട്ടി വെച്ചൊരു വീഡിയോ ആക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളെ വൈബ് അതാണ്. ഞങ്ങൾ മിക്ക ടൈമിലും ന്യൂ ഇയർ കഴിയുന്നത്തെ പിറ്റേ ദിവസം ഇത് കണക്ക് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോവും. കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുക. അവർക്ക് വണ്ടി ആ സൈഡിലേക്ക് വീടൊക്കെ ഉണ്ട്, മുന്നോട്ട് പോകുന്നത് ആ സൈഡിലോട്ടൊക്കെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുക, എങ്ങനെ അവർ പോവും, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. അപ്പം കുറച്ച് പേരും മുന്നോട്ട് പോയപ്പം എനിക്ക് പുള്ളി ഇത് ഓട്ടിക്കാമെന്ന് ചോദിച്ചു. ഞാനത് കയറിയിരുന്നു. ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതെങ്ങനെയാണ്, ഇങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം, ഒന്നുമില്ല, സിമ്പിളായിരുന്നു. അതിനകത്ത് കയറി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിടുക മാത്രമേ ഉള്ളായിരുന്നു. നല്ല രസമായിരുന്നത്. അതും ഞാൻ എൻജോയ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കയറി ഇരുന്നതിനകത്ത്. ഗിയറും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ സീനറിയൊക്കെ ഇങ്ങനെയാണ്. അവിടെ നല്ല രസമാണ്, നല്ല വൈബായിരുന്നു. ഞങ്ങൾ നൈറ്റ് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് റോക്കൊക്കെ ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണിത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഡാൻസൊക്കെ കളിച്ചു, അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയായിരുന്നു. പക്ഷേ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തന്നെ ഒരു പാർട്ട് 2 ബാക്കി വീഡിയോസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ മെയിൻ എൻ്റെ ഈ പേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസാണ്. പക്ഷേ ഇതേപോലത്തെ വീഡിയോസും നമുക്ക് പ്രതീക്ഷിക്കാം.